തീർച്ചയായിട്ടും നടപടിയെടുക്കും. ഇപ്പോൾ HI അടക്കം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പരിസരം, ഈ കെട്ടിടത്തിൻ്റെ ഓണറെ വിളിച്ച് ഞാൻ പറഞ്ഞാണ് ഈ പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്ന്. ഒരു കാരണവശാലും ഇത് സമ്മതിക്കത്തില്ല. ഇനി നടപടികളെടുക്കും. ബീവറേജിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇത് ക്ലീൻ ചെയ്യും. ആലക്കോട് ബീവറേജിലെ മാലിന്യ പ്രശ്നത്തിൽ ഒടുവിൽ ജനപ്രതിനിധിയുടെ ഇടപെടൽ. മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കാത്ത പക്ഷം ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡ് മെമ്പർ CJ ഗോപൻ ബീവറേജ് മാനേജരെ നേരിട്ട് കണ്ട് അറിയിച്ചു. നമ്മൾ ഈ അടുത്ത കാലത്ത് നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കണം. ആലക്കോട് ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള തിയേറ്റർ കോംപ്ലക്സും ബീവറേജും ഉൾപ്പെടുന്ന ഈ ഭാഗത്തെ വേസ്റ്റ് സംബന്ധിച്ചാണ് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത്. നമുക്കറിയാം, ബീവറേജ് അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളൊക്കെ നിയമങ്ങൾ പാലിച്ച് തന്നെ നടത്തേണ്ടതാണ്. നമ്മൾ അവരോട് നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. അവരുടെ വേസ്റ്റുകൾ, പേപ്പറുകൾ, നമ്മളിപ്പോൾ നോക്കിയാൽ അറിയാം, ബില്ലടിച്ച പേപ്പറുകൾ അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം ഇത് മാനേജരോട് പറഞ്ഞതാണ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. നമുക്ക് നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ചുമതലയുള്ളവർ അത് സൂക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരത് ചെയ്യും? അപ്പം ഈ കാര്യത്തിലുള്ള ഒരു ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തിയേറ്റർ കോംപ്ലക്സ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. തിയേറ്റർ കോംപ്ലക്സിൻ്റെ അവസ്ഥ, അതിൻ്റെ കെട്ടിടം പല ഭാഗത്തും അത് പൊളിഞ്ഞ് വീഴാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥന്മാർ അത് കൃത്യമായിട്ട് അത് പരിപാലിച്ചില്ലെങ്കിൽ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കും. 500-ഓളം മുറികളുള്ള തിയേറ്റർ കോംപ്ലക്സിൻ്റെ ഏകദേശം 10, 60, 100 താഴെ മാത്രം മുറികളാണ് ഇപ്പോൾ പലരുടെയും കൈവശം അവർ ഭംഗിയായി സൂക്ഷിക്കുന്നത്. ബാക്കിയുള്ള ഭാഗം മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യത്തിലും നമ്മൾ നിരവധി തവണ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം വിളിച്ചു പറഞ്ഞിട്ടും യാതൊരു താല്പര്യവുമില്ല. അതേപോലെ ഈ പ്രധാനപ്പെട്ട സ്ഥലത്തുള്ള ഭാഗം വൃത്തിയാക്കാനുള്ള ചുമതലയും ഈ കോംപ്ലക്സും റൂമുകളും മുറികളും ഉള്ളവർ തന്നെ ഇത് വൃത്തിയാക്കേണ്ടതാണ്. അവർ വൃത്തിയാക്കാതെ ഇരിക്കുമ്പോഴാണ് ഈ ഭാഗം ഇത്രയും മോശമായിട്ടിരിക്കുന്നത്. ബീവറേജ് മാറണം എന്നുള്ള കാര്യത്തിലൊന്നും അത് നമ്മുടെ ഒരു വിഷയമല്ല. ബീവറേജ് ഇവിടെയുള്ളൊരു സ്ഥാപനം ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പോയി വേറെ എവിടെയെങ്കിലും സ്ഥാപിക്കണമെന്നോ ഉള്ളതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം പാലിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഈ റോഡ് ലിങ്ക് റോഡാണ്. ഈ ലിങ്ക് റോഡിൻ്റെ ഭാഗത്ത് രജിസ്റ്റർ ഓഫീസ് അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുള്ള ഈ ഭാഗം, രജിസ്റ്റർ ഓഫീസ് അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുള്ള ഈ ഭാഗം കുറേ കൂടെ വൃത്തിയായി സൂക്ഷിക്കാനും വളരെ ശ്രദ്ധയോടെ പരിപാലിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ്. ഈ വിദേശ മദ്യ വിൽപ്പന ഷോപ്പിലെ മാനേജരോട് ഈ പരിസരം വൃത്തിയാക്കുന്നതിനെക്കുറിച്ചും ഇവിടുത്തെ ചില കാര്യങ്ങൾ നന്നാക്കുന്നതിനെക്കുറിച്ചും ഞാൻ നേരത്തെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിനൊന്നും ഒരു താല്പര്യവും ഇല്ല. ഉത്തരവാദിത്തപ്പെട്ടവർ അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നന്നാക്കി കൊണ്ടുപോകാനുള്ള ചുമതലയുള്ളവർ അതിൽ താല്പര്യം കാണിക്കാത്തതിൻ്റെ ഒരു ഇതാണ് ഈ ബീവറേജും പരിസരവും ഇങ്ങനെ വൃത്തികേടായിട്ടിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ബീവറേജോ അല്ലെങ്കിൽ ഇത്തരം സർക്കാർ സ്ഥാപനങ്ങളൊന്നും ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയല്ല ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ കുപ്പി മേടിച്ചിട്ട് ഇവിടെ തന്നെയുള്ള കടകളിലോ അല്ലെങ്കിൽ ഇവിടെയുള്ള സ്ഥാപനങ്ങളിലോ ഒക്കെ നിന്ന് മദ്യപിച്ചിട്ട് ഇവിടെ തന്നെ വീണ് കിടക്കുന്ന ഒരവസ്ഥ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. നമുക്കറിയാം, അതിരാവിലെ തന്നെ ഒരു 6 മണി 5:30-6 മണി ആകുമ്പോൾ തന്നെ ഇവിടെ വരികയും ഇവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നത് ആർക്കും ഭൂഷണമല്ല. അവർ സാധനം മേടിച്ചു, സാധനമൊക്കെ മേടിച്ചിട്ട് പോയി അവരുടെ തൊഴിലിൽ ഏർപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ നമ്മുടെ ഇവിടുത്തെ നിരവധിയായിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങളെല്ലാം നന്നായി പോകണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അവരുടെ കച്ചവടം ഭംഗിയായി നടക്കുന്നതിന് വേണ്ടിയുള്ള അന്തരീക്ഷം ഒരിക്കലും കൂടെ നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഇവിടുത്തെ ഈ പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനുള്ളത്. നമുക്കറിയാം, ഇവിടെ ഇന്നലെ വൃത്തിയാക്കിയിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഇപ്പോഴും പ്ലാസ്റ്റിക്കുകൾ കിടപ്പുണ്ട്. ഇവിടെ നമ്മൾ ബൂത്തുകളെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഈ വേസ്റ്റ് കൊണ്ടിടാതെ ഇവിടെ റോഡിൽ തന്നെ ഇടുന്നത് ആരാണെങ്കിലും ശരിയല്ല. ഇപ്പം നമുക്കറിയാം, ഇവിടെ എല്ലാം കിടക്കുന്നുണ്ട്. അപ്പം ഈ വേസ്റ്റ് നീക്കാനുള്ള ചുമതല അടക്കം നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ചുമതലകൾ നമ്മൾ നിറവേറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരിക്കലും ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. ആലക്കോടിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരുടെയും പങ്കാളിത്തം, പൊതുജനങ്ങളുടെ ഒരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. ഈ കാര്യത്തിൽ മാനേജരോട് ഞാൻ പറഞ്ഞത്, നമുക്ക് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഇവിടെ എല്ലാം പരിസരം വൃത്തിയാക്കണം. അതേപോലെ നിങ്ങൾക്കും ഇവിടെ വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്തമുള്ളതാണ്. അപ്പം നിങ്ങൾ ഇതിൽ മാറി നിൽക്കുന്ന ഒരു കാര്യം ശരിയല്ല. മാനേജരോട് നേരത്തെ വളരെ ഭവ്യതയോടുകൂടി പറഞ്ഞപ്പോൾ അദ്ദേഹം യാതൊരു താല്പര്യവും, നിങ്ങൾ വാ കാണിച്ചു തരാം, ഇല്ല നിങ്ങൾ എവിടെ കൂട്ടിയിടാനുള്ള ചുമതല നിങ്ങൾക്കില്ല. നിങ്ങൾ ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ട. നിങ്ങളിതൊരു സർക്കാർ സ്ഥാപനം, ഭംഗിയായി പോകണം, ആലക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഇത് ഭംഗിയായി കൊണ്ടുപോകാനുള്ള ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നടപടിയെടുക്കും. ഇപ്പോൾ HI അടക്കം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പരിസരം, ഈ കെട്ടിടത്തിൻ്റെ ഓണറെ വിളിച്ച് ഞാൻ പറഞ്ഞതാണ് ഈ പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്ന്.
അപ്പൊ അപ്പൊ എന്നാ വെച്ചാൽ നിങ്ങൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടാണ്, ഇതൊന്നും പറയാതെ ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് തൂക്കുന്ന ആളാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് ചുമതലയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ, അപ്പോൾ അയാളല്ല കേൾക്കേണ്ടത്, നിങ്ങൾ ചുമതലയുള്ളവർ കേൾക്കണം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഒരു കാരണവശാലും ഇത് സമ്മതിക്കത്തില്ല. ഇനി നടപടികളെടുക്കും. ബീവറേജിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇത് ചെയ്യേണ്ടതാണ്. എന്നുവെച്ചാൽ ഒരു പഞ്ചായത്തോ ജനങ്ങൾക്കോ അല്ല ഇതിൻ്റെ ബാധ്യതയുള്ളത്. നമ്മുടെ പരിസരം നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ഇതാണ്. ഇത് ഭംഗിയായി കൊണ്ടുപോയാൽ നമ്മുടെ ഈ പ്രദേശം ഭംഗിയാവും. അതിന് വേണ്ടിയാണ് ബീവറേജ് ഇവിടുന്ന് മാറ്റണമെന്നോ അല്ലെങ്കിൽ ബീവറേജിൻ്റെ ഏതെങ്കിലും കാര്യത്തിലോ ഇടപെടണമെന്ന് നമുക്ക് താല്പര്യമില്ല. നിയമം അനുസരിച്ച് സ്ഥാപനങ്ങൾ കൊണ്ടുപോകണം ആരാണെങ്കിലും. നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആ ചെയ്തത് ഒട്ടും ശരിയായില്ല. എത്ര കാലമായി ഞങ്ങൾ ഒരിക്കലും, നിങ്ങൾ കണ്ടിട്ടുള്ളൂ, നമ്മൾ ഈയിടെ കഴിഞ്ഞ ദിവസം അവിടെ കൂട്ടിയിട്ട മുഴുവൻ സാധനങ്ങൾ വേസ്റ്റ് എല്ലാം ഞങ്ങളെപ്പോലുള്ളവർ പെറുക്കി മുഴുവൻ നീക്കം ചെയ്തു അവിടുന്ന് അപ്പുറേന്ന്. അന്ന് മാനേജറോട് ഞാൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മാനേജറോട് ചോദിച്ചു നോക്ക്. ഒരു മാസം മുമ്പ് ഞാൻ വിളിച്ചു പറഞ്ഞു ഒന്ന് സഹകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം നിഷേധാത്മകമായ നടപടിയെടുത്തു. ചെക്കിന് വേസ്റ്റ് കൊണ്ടുപോകുന്നില്ലെങ്കിൽ പറഞ്ഞു, വേസ്റ്റ് കൊണ്ടുപോകാത്ത ഒരു സാധനം ഇങ്ങനെ മഴ നനയാൻ രീതിയിൽ ഇവിടെ ഇടാൻ പറ്റില്ല. ഇത് ക്ലീൻ ചെയ്യണം. നിങ്ങൾ ഈ കെട്ടിടത്തിൽ ഈ സൈഡിൽ നിർബന്ധമായിട്ട് ക്ലീൻ ചെയ്യണം.